السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്നത്തെ ക്ലാസ് കാഫിനോട് ബാധ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്. മുന്നത്തെ ക്ലാസ്സിൽ കാഫിനെയും ഫാനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് കാഫാണ്. കാഫ് കാഫ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉച്ചാരണം സ്ഥലം വ്യത്യാസമുണ്ട്. അപ്പോൾ കാഫിനോട് ബാധ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നാണ് ബോർഡിൽ ഞാൻ ഉദാഹരണം എഴുതിയിട്ടുള്ളത്. എനിക്ക് നോക്കി മനസ്സിലാക്കുക. ഈ രൂപത്തിൽ ബായിനോട് ചേർത്തി കാഫ് എഴുതാറുണ്ട്. കാഫിനോട് ബായിന് ചേർത്ത് എഴുതാറുണ്ട്. ഈ രൂപത്തിലും എഴുതാറുണ്ട്. രണ്ടും ബുക്കാവിൻ എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബായ് അല്പം ചേർന്ന രൂപത്തിലുണ്ട്. ഇവിടെ സാധാ എഴുതുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, വ്യത്യാസം ചെറുതായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കാഫ് വേറെ രൂപത്തിലുള്ള കാഫാണ്. കാഫ് മൂന്ന് രൂപത്തിൽ നമ്മൾ എഴുതി പഠിക്കാറുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊക്കെ വേറെ ക്ലാസ് വരുന്നതാണ്. അപ്പോൾ കാഫ് ഇത് മറ്റൊരു കാഫ്. ഇതിനോട് ചേർത്ത് എഴുതുമ്പോൾ ബായിനെ ഈ രൂപത്തിൽ എഴുതും. നടുവിൽ വരുന്ന കാഫ് ഈ രൂപത്തിലാണ് എഴുതുന്നത്. അതായത് കാഫിന്റെ ഈ ഉൾഭാഗം തട്ടിക്കാതെയാണ് നടുവിലെ കാഫ് എഴുതേണ്ടത്. ഇത് മറ്റൊരു എഴുത്ത്. കാഫ് ലാസ്റ്റ് വരുമ്പോൾ ഫുൾ കാഫിന്റെ മുഴുവൻ ഭാഗം ഇടാതെ എഴുതുന്ന രൂപമാണ് ഈ കാഫ്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാഫ് മൂന്ന് വിധമുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു കാഫാണ് ഇത്. അതിനോട് ഭാഗം ചേർത്ത് എഴുതുമ്പോഴും ഇങ്ങനെയാണ് എഴുതേണ്ടത്. അല്പം നീട്ടി എഴുതുന്നുണ്ട്. ഇവിടൊക്കെ ഭാഗം അല്പം നീട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയാണ് കാഫിനോട് ഭാഗം ചേർന്ന് വരുമ്പോൾ എഴുതേണ്ട രൂപം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കാഫാണ്, കാഫ് വേറെയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. കാഫിന്റെ ആ തലഭാഗം അത് നമുക്ക് ചിലപ്പോൾ കാണുന്നത് ഒരു വട്ടമായിട്ട് തോന്നും. ഇത് ഒരു വട്ടമായിട്ട് ചിലപ്പോൾ തോന്നും. ഇതിനെ തട്ടിച്ച് ആണ് കൂട്ടി എഴുതുമ്പോൾ എഴുതാറുള്ളത്. അതുപോലെ തന്നെ കാഫ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് രൂപത്തിലാണ് കാഫ് ഇടേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വരാനുണ്ട്. കാഫിന്റെ എഴുത്ത് രൂപം തന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രൂപത്തിലായിരിക്കണം എന്നില്ല. പല രൂപത്തിൽ നമ്മൾ എഴുതുന്നുണ്ട്. പക്ഷേ എഴുത്തിന്റെ യഥാർത്ഥ രീതി ഇൻഷാ അല്ലാഹ് കാഫ് പഠിക്കുന്ന ക്ലാസ് ഞാൻ പ്രത്യേകം അത് പറഞ്ഞു തരും. എല്ലാം ശരിക്കും മനസ്സിലാക്കി ഉദാഹരണങ്ങൾക്ക് എഴുതി പഠിച്ച്